എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഏറ്റവും ഒടുവിൽ നടന്ന UP സ്കൂൾ ടീച്ചർ പരീക്ഷയിലെ മലയാളം ചോദ്യങ്ങളാണ്. കൃത്യമായി പറഞ്ഞാൽ ജൂലൈ 6 നടന്ന പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 80/24 ആയിരുന്നു. ഈ പരീക്ഷയുടെ ചോദ്യ പേപ്പറിൽ മലയാളവുമായി ബന്ധപ്പെട്ട് മലയാള ബോധനശാസ്ത്രവും ഒക്കെയായി ബന്ധപ്പെട്ട് 10 ചോദ്യങ്ങളാണ് ചോദിച്ചിരുന്നത്. ആ 10 ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് പരിചയപ്പെടുന്നതിനോടൊപ്പം അതിന്റെ വിശദാംശങ്ങളും വിശദീകരണങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ സെഷൻ. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 91 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങളായിരുന്നു മലയാളവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നത്. അതുകൊണ്ട് ആദ്യമായി നമ്മൾ 91ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചോദ്യം ഇതായിരുന്നു: യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഏത്? ഓപ്ഷൻ എ കോഴിക്കോട്, ഓപ്ഷൻ ബി കൊൽക്കത്ത, ഓപ്ഷൻ സി ചൈന, ഓപ്ഷൻ ഡി ഡൽഹി. സമീപകാലത്ത് വാർത്തകളിലൊക്കെ നിറഞ്ഞ കാര്യമായിരുന്നു. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരമായി ഏതു മാറുന്നു? കോഴിക്കോട് മാറുന്നു എന്ന വാർത്ത വളരെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒന്നായിരുന്നു. എന്താണ് ഈ സാഹിത്യ നഗര പദവി തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. 28 രാജ്യങ്ങളിലായി 42 നഗരങ്ങളാണ് ഇതുവരെ യുനെസ്കോ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ 24 എണ്ണവും യൂറോപ്പിലെ പ്രമുഖ നഗരങ്ങളാണ്. 7 എണ്ണം മാത്രമാണ് ഏഷ്യയിലുള്ളത്. 3 സാഹിത്യ നഗരങ്ങൾ വടക്കേ അമേരിക്കയിലും തെക്കേ അമേരിക്കയ്ക്കും ഓഷ്യാനയ്ക്കും 2 എണ്ണം വീതവും അമേരിക്കയ്ക്കും ഓഷ്യാനയ്ക്കും അതുപോലെ തന്നെ തെക്കേ അമേരിക്കയിലും, ഞാൻ ഒരിക്കൽ കൂടി പറയാം, 3 സാഹിത്യ നഗരങ്ങൾ വടക്കേ അമേരിക്കയിൽ, തെക്കേ അമേരിക്കയ്ക്കും ഓഷ്യാനയ്ക്കും 2 എണ്ണം വീതം. ആഫ്രിക്കയ്ക്ക് 1 നിലവിൽ യുനെസ്കോ പ്രഖ്യാപിച്ച സാഹിത്യ നഗരങ്ങൾ ഉള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായിട്ട് മാറുന്നത്, ഏഷ്യയിലെ അല്ല ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായിട്ട് മാറിയിട്ടുള്ളത് ഏതാണ്? കോഴിക്കോടാണ്. ഇന്ത്യയിൽ വേറെ ഒരു നഗരത്തിനും സാഹിത്യ നഗര പദവി, യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചിട്ടില്ല. യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഉൾപ്പെടണമെങ്കിൽ ആ നഗരത്തിന് സാഹിത്യവുമായുള്ള ബന്ധത്തിന് നൂറ്റാണ്ടുകളുടെ ദൃഢത ഉണ്ടായിരിക്കണം. നഗരത്തിൽ നിന്നും ദിനം പ്രതി പ്രസിദ്ധീകരിക്കപ്പെടുന്ന പുസ്തകങ്ങളുടെ ഗുണത്തിലും എണ്ണത്തിലും വൈവിധ്യത്തിലും ഉന്നത നിലവാരം പുലർത്തിയിരിക്കണം. പ്രാഥമിക, ദ്വിതീയ, തൃതീയ നിലകളിൽ നടത്തുന്ന വിദ്യാഭ്യാസ പരിപാടികളിൽ മാതൃഭാഷയിലെയും വിദേശ ഭാഷകളിലെയും സാഹിത്യങ്ങൾക്ക് വളരെ ഗൗരവമേറിയ സ്വാധീനമുണ്ടായിരിക്കണം. നാടകം, കവിത, കഥ, നോവൽ തുടങ്ങിയ സാഹിത്യ രൂപങ്ങൾക്ക് നഗരത്തിൽ പ്രധാന പങ്കുണ്ടായിരിക്കണം. ഗ്രന്ഥശാലകളുടെ നടത്തിപ്പ്, പുസ്തക കടകൾ നിലനിർത്തുന്ന ദശാബ്ദങ്ങളുടെ മഹിമ, സർക്കാർ ഇതര സാംസ്കാരിക നിലയങ്ങളുടെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ, ഇവയിലെല്ലാറ്റിലൂടെയും നടക്കുന്ന ആഭ്യന്തരവും വൈദേശികവുമായ സാഹിത്യ സമ്മേളനങ്ങൾക്കും സാഹിത്യോത്സവങ്ങൾക്കും നഗരം ആതിഥേയം വഹിച്ചിരിക്കണം. പ്രസാധക മേഖല വിവർത്തന സാഹിത്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിൽ കാണിക്കുന്ന ഉത്സാഹവും ഇടപെടലുകളും രാജ്യത്ത് നിലവിലുള്ള എല്ലാ ഭാഷകൾക്കുമൊപ്പം തന്നെ വിദേശ ഭാഷകളും വിവർത്തന സാഹിത്യത്തിൽ ഇടം നേടിയിരിക്കണം. സാഹിത്യത്തെ പരിപോഷിപ്പിക്കാനും സാഹിത്യോത്പന്നങ്ങളെ മാർക്കറ്റ് ചെയ്യാനും പരമ്പരാഗത മാധ്യമങ്ങളും ആധുനിക വാർത്താമാധ്യമ സംവിധാനങ്ങളും കാണിക്കുന്ന ജാഗ്രതയും ഉത്സാഹവും നഗരത്തിലുണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് യുനെസ്കോ ഒരു നഗരത്തെ സാഹിത്യ നഗരമായി പ്രഖ്യാപിക്കുക. അങ്ങനെയാണെങ്കിൽ ആജീവനാന്തം അല്ലെങ്കിൽ എല്ലാ കാലത്തേക്കും ഇതിന് പദവി ഉണ്ടാകുമോ? അല്ല. 4 വർഷത്തേക്ക് മാത്രമാണ് യുനെസ്കോ ഒരു നഗരത്തെ സാഹിത്യ നഗരമായി പ്രഖ്യാപിക്കുന്നത്. 4 വർഷം കൂടുമ്പോൾ യുനെസ്കോ പ്രതിനിധികൾ വന്ന് സാഹിത്യ നഗരത്തിന്റെ തൽസ്ഥിതി വിലയിരുത്തും. തങ്ങൾ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നുവെങ്കിൽ നഗരത്തിന് നൽകിയ പ്രസ്തുത പദവി അവർ തിരിച്ചെടുക്കും. പേര് ലഭിക്കുന്നതോടൊപ്പം ഇനി കോഴിക്കോടിന്റെ പരിശ്രമം അത് നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയെ കൂടി ആശ്രയിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 92ാമത്തെ ചോദ്യം ഇതായിരുന്നു: മലനാട്ട് തമിഴിൽ സംസ്കൃതം ചെലുത്തിയ സ്വാധീനമാണ് ഇന്നത്തെ മലയാള ഭാഷയുടെ ഉൽപ്പത്തിക്ക് കാരണമെന്ന്
ആദ്യമായി അവതരിപ്പിച്ച് സമർത്ഥിച്ച ഭാഷാ പണ്ഡിതൻ ഇവരിൽ ആരാണ്? ഓപ്ഷൻ എ ആർ രാജരാജവർമ്മ, ഓപ്ഷൻ ബി CL ആന്റണി, ഓപ്ഷൻ സി ഇളംകുളം കുഞ്ഞൻപിള്ള, ഓപ്ഷൻ ഡി ജോർജ് മാത്തൻ തരകൻ. ശരിയായ ഉത്തരം ആരാണ്? ഇളംകുളം കുഞ്ഞൻപിള്ളയാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ സി ഇളംകുളം കുഞ്ഞൻപിള്ള. മലനാട്ട് തമിഴിൽ സംസ്കൃതം ചെലുത്തിയ സ്വാധീനമാണ് പിൽക്കാലത്ത് മലയാളമായി പരിണമിച്ചത് എന്നഭിപ്രായപ്പെട്ടത് ഇളംകുളം കുഞ്ഞൻപിള്ളയാണ്. AR രാജരാജവർമ്മയുടെ അഭിപ്രായ പ്രകാരം കൊടുന്തമിഴ് വാദമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്ന ഭാഷാജന്യവാദം. അതായത് കുട്ട, കർക്ക, വേൺ, പൂഴി നാടുകളിൽ നിലവിലുണ്ടായിരുന്ന തമിഴാണ് പിൽക്കാലത്ത് മലയാളമായി മാറിയത് എന്നാണ് AR രാജരാജവർമ്മ കൊടുന്തമിഴ് വാദം എന്ന സിദ്ധാന്തത്തിൽ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. CL ആന്റണി ഭാഷാ സംക്രമണവാദത്തിന്റെ വക്താവാണ്. അതായത് ഭാഷ പുതുതായി ഉണ്ടായതല്ല, അത് മറ്റൊന്നിൽ നിന്ന് സംക്രമിച്ചതാണ് എന്നാണ് CL ആന്റണിയുടെ വാദം. അതുപോലെ ജോർജ് മാത്തൻ തരകൻ അദ്ദേഹം മൂലദ്രാവിഡ ഭാഷാ സിദ്ധാന്തത്തിന്റെ വക്താവാണ്. നമുക്ക് എന്തിലേക്ക് കടക്കാം? നമുക്ക് ഇളംകുളം കുഞ്ഞൻപിള്ളയുടെ അഭിപ്രായത്തെ, അല്ലെങ്കിൽ അദ്ദേഹം മലയാള സാഹിത്യത്തിൽ ആരായിരുന്നു എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ഇളംകുളം കുഞ്ഞൻപിള്ള മലയാള ഭാഷയുടെ വളർച്ചയുടെ പടവുകളും സാഹിത്യത്തിന്റെ വികാസവും ചരിത്രപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയ എഴുത്തുകാരനാണ് ഇളംകുളം PN കുഞ്ഞൻപിള്ള. പ്രാചീന സാഹിത്യ കൃതികളും ശാസനങ്ങളും പഠന വിധേയമാക്കിക്കൊണ്ട് പ്രാചീന കേരള ചരിത്രത്തിനും ഭാഷാ സാഹിത്യ പഠനത്തിനും ഇളംകുളം കുഞ്ഞൻപിള്ള നൽകിയ സംഭാവനകൾ അതുല്യമാണ്. പുരാതന തമിഴ് സാഹിത്യത്തിലും പ്രാചീന കേരള ഭാഷയിലും ദക്ഷിണാത്യ ശിലാ താമ്രശാസനങ്ങളിലും നടത്തിയ പഠനങ്ങൾ അദ്ദേഹത്തെ മഹാനായ ചരിത്രകാരനാക്കി. ഉണ്ണുനീലി സന്ദേശം ചരിത്ര ദൃഷ്ടിയിൽ കൂടി എന്ന വ്യാഖ്യാനമാണ് ഗവേഷകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് വഴിത്തിരിവായത്. ഒരുമാതിരിപ്പെട്ട പരീക്ഷകളിലൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് ഉണ്ണുനീലി സന്ദേശം ചരിത്ര ദൃഷ്ടിയിൽ കൂടി എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ് എന്നുള്ളത്. മറക്കരുത്, ഇളംകുളം കുഞ്ഞൻപിള്ളയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് കേരള ചരിത്രത്തിലെ ഇരുളടഞ്ഞ ഏടുകൾ, ജന്മി സമ്പ്രദായം കേരളത്തിൽ, കേരളം 5ഉം 6ഉം നൂറ്റാണ്ടുകളിൽ. ഇത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചരിത്ര കൃതികളാണ്. കൂടാതെ കേരള ഭാഷയുടെ വികാസ പരിണാമങ്ങൾ, ഭാഷയും സാഹിത്യവും, ഉണ്ണുനീലി സന്ദേശം ചരിത്രദൃഷ്ടിയിൽ കൂടി, കോക സന്ദേശം, നളചരിതം, ആട്ടക്കഥ, ലീലാതിലകം. ലീലാതിലകം എഴുതിയത് ഇദ്ദേഹമാണ് എന്നല്ല പറഞ്ഞിട്ടുള്ളത്, ലീലാതിലകത്തിന്റെ വ്യാഖ്യാനം എന്നീ ഗ്രന്ഥ പഠനങ്ങൾ ഇവ ഉൾപ്പെടുന്ന സാഹിത്യകൃതികളും നേരത്തെ സൂചിപ്പിച്ച ചരിത്ര ഗ്രന്ഥങ്ങളും ഇളംകുളം കുഞ്ഞൻപിള്ള മലയാളത്തിന് സമ്മാനിച്ചു. അതുപോലെ തന്നെ സ്റ്റഡീസ് ഇൻ കേരള ഹിസ്റ്ററി, സം പ്രോബ്ലംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി എന്നീ ഇംഗ്ലീഷ് കൃതികളും പണ്ടത്തെ കേരള എന്ന തമിഴ് കൃതിയും ഇളംകുളം കുഞ്ഞൻപിള്ളയുടെ സംഭാവനയാണ്. പഠിച്ചും പഠിപ്പിച്ചും മലയാള സാഹിത്യത്തിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ആ മഹാത്മാവ് 164 പടലങ്ങളുള്ള രാമചരിതത്തിന്റെ കണ്ടുകിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രാചീന മലയാള കൃതി എന്നറിയപ്പെടുന്ന കൃതിയാണ് രാമചരിതം. എഴുതിയത് ചീരാമകവിയാണ്. ചീരാമകവി മലയാള ചോസർ അല്ലെങ്കിൽ കേരളത്തിന്റെ ചോസർ എന്നറിയപ്പെടുന്നു. പ്രസ്തുത ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനം രചിച്ചുകൊണ്ടിരിക്കെ ഏതാണ്ട് തീരാറായപ്പോഴേക്കും, കൃത്യമായി പറഞ്ഞാൽ 164 പടലങ്ങളുള്ള രാമചരിതത്തിന്റെ 146-ാം പടലത്തിന്റെ ആരംഭമായപ്പോഴേക്കും 145 പടലങ്ങൾക്ക് വ്യാഖ്യാനം അദ്ദേഹം എഴുതി തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. 146-ാം പടലത്തിന്റെ ആരംഭമായപ്പോഴേക്കുമാണ് 1973 ഹൃദയാഘാതത്തെ തുടർന്ന് ഇളംകുളം കുഞ്ഞൻപിള്ള മരണമടയുന്നത്. അപ്പൊ ഇത്രയും സംഭാവനകളാണ് ഇളംകുളം കുഞ്ഞൻപിള്ളയെ കുറിച്ച് പറയുമ്പോൾ ഓർമ്മിക്കേണ്ടത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പെഡഗോഗിയുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. വിദ്യാഭ്യാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇവയിൽ ഏതാണ്? അധ്യാപകൻ, അധ്യേതാവ്, അധ്യയന വിഷയം, അധ്യയന മാർഗം. ഏതാണ് ശരിയായ ഉത്തരം? ഏവർക്കും അറിയാവുന്നതാണ്. ശിശു കേന്ദ്രിത വിദ്യാഭ്യാസം അഥവാ ചൈൽഡ് സെൻട്രിക് ലേണിംഗ് ആണ് നമ്മൾ ഇന്ന് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആരായിരിക്കും?
വിദ്യാർത്ഥിയാണ്. ആ വാക്കല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്, അധ്യേതാവ് എന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത്. അധ്യയനം ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് അധ്യേതാവ് എന്ന പദം ഉപയോഗിക്കുന്നത്. അപ്പോൾ അധ്യേതാവ് ശരിയായ ഉത്തരം. സാമ്പ്രദായിക മനഃപാഠവൽക്കരണത്തിൽ നിന്നും പരീക്ഷയിൽ നിന്നും മോണിറ്ററിംഗിൽ നിന്നും മുക്തി നേടുന്നതാണ് ആധുനിക വിദ്യാഭ്യാസം. കുട്ടികളുടെ ചിന്തകൾക്ക് ചിറകുകൾ നൽകി ചക്രവാളം വരെ എത്തിക്കുന്ന ഇടപെടലിലൂടെ വളരുന്ന ജ്ഞാന സമൂഹമാണ് പൊതുവിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ട് പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങളും വളരെ വ്യത്യസ്തമായിരിക്കും. ചോദ്യം ചോദിക്കുന്ന അധ്യാപകനും അനുസരിക്കുന്നതും ഭയപ്പെടുന്നതുമായ കുട്ടിയും ഫ്യൂഡൽ ബിംബങ്ങളാണ്. കുട്ടിയുടെ ചിന്തയെ ഉണർത്തുന്നതിലൂടെ മാത്രമേ നവലോകം സ്വപ്നം കാണാൻ കഴിയൂ. ചോദ്യം ചോദിക്കുവാൻ പ്രേരിപ്പിക്കുന്ന അധ്യാപകനും ചോദ്യമുയർത്തുന്ന വിദ്യാർത്ഥിയും ചേർന്നുള്ള സർഗപ്രക്രിയയാണ് പുരോഗമന വിദ്യാഭ്യാസം. പുതുതലമുറ മുന്നോട്ട് കുതിക്കുവാനുള്ള രാസത്വരകമായിട്ട് നമുക്ക് ഈ ആധുനിക വിദ്യാഭ്യാസ മാറ്റത്തെ, പരിണാമത്തെ പരിഗണിക്കാവുന്നതാണ്. കുട്ടി ഉയർത്തുന്ന വിമർശനാത്മക ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുവാൻ കഴിയുന്നതാകണം പരീക്ഷ പോലും. ചിട്ടപ്പെടുത്തിയ ചോദ്യങ്ങൾക്ക് മനഃപാഠം ഉത്തരം പറയുകയും തോൽക്കുകയും ജയിക്കുകയും ചെയ്യുന്ന പ്രക്രിയ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പരീക്ഷയല്ല. വിമർശനാത്മക ചോദ്യങ്ങൾക്ക് സർഗാത്മക മറുപടി ലഭിക്കുന്ന നൈസർഗിക ഇടപെടൽ പ്രക്രിയയാണ് ആധുനിക വിദ്യാഭ്യാസത്തിലെ പരീക്ഷ. അപ്പോൾ എത്രമാത്രമാണ് കുട്ടിയുടെ വികാസ പരിണാമങ്ങളെ ആധുനിക വിദ്യാഭ്യാസം വിലയിരുത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അധ്യാപക കേന്ദ്രിതമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമല്ല നമ്മൾ ഇന്ന് പിന്തുടരുന്നത്. പൂർണ്ണമായും കുട്ടികളുടെ അഭിരുചിയും താല്പര്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് അവരെ ഏറ്റവും ക്രിയാത്മകമായി വികസിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ ആരായുന്നതാണ് ആധുനിക വിദ്യാഭ്യാസ പദ്ധതി. കുട്ടിയെ തോൽപ്പിക്കുവാനുള്ളതായിരിക്കരുത് പരീക്ഷ, അവനെ ഉയർത്തുവാനുള്ളതാണ്. അവൻ എന്തറിയില്ല എന്നുള്ളതല്ല, അവൻ എന്തറിയാം എന്ന് പരിശോധിക്കുന്നതായിരിക്കണം പരീക്ഷ. അതുകൊണ്ട് തോൽപ്പിക്കുവാനുള്ള ചട്ടവട്ടങ്ങൾ ഉണ്ടാക്കലല്ല വേണ്ടത്. കുട്ടിയുടെ സംശയങ്ങളിൽ നിന്നും മുക്തമാക്കിക്കൊണ്ട് ശ്രദ്ധാപൂർവം അവനെ അല്ലെങ്കിൽ അവളെ ഉയർത്തുവാനുള്ള ക്രിയാത്മക ഇടപെടലാണ് നടക്കേണ്ടത്. കുട്ടികൾക്കുണ്ടാകുന്ന സ്വാഭാവിക സംശയങ്ങൾ പല സാമൂഹിക, സാംസ്കാരിക, അക്കാദമിക കാരണങ്ങളെ കൊണ്ടും ആകാം. അതെല്ലാം വ്യക്തമായി തിരിച്ചറിയുന്നതാകണം പരീക്ഷ. അതുപോലെ തന്നെ ഒരു അധ്യയന വർഷം എന്ന് പറയുന്നതും അവന്റെ ജീവിതത്തിൽ മുതൽക്കൂട്ടായിരിക്കണം. അങ്ങനെ കുട്ടിയെ അല്ലെങ്കിൽ അധ്യേതാവിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പരീക്ഷയാണെങ്കിലും പാഠ്യപദ്ധതിയാണെങ്കിലും അതുപോലെ തന്നെ വിലയിരുത്തൽ അഥവാ മൂല്യനിർണയവും എല്ലാം നടക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സാഹിത്യത്തിൽ നിന്നുള്ളതായിരുന്നു 94-ാമത്തെ ചോദ്യം. കാഞ്ചനക്കൂടിന്റെ അഴികൾ കൊത്തിമുറിച്ച പഞ്ചവർണ്ണക്കിളി എന്ന് ഡോക്ടർ എം ലീലാവതി വിശേഷിപ്പിച്ച കവി ഇവരിൽ ആരാണ്? ഓപ്ഷൻ എ കുമാരനാശാൻ, ഓപ്ഷൻ ബി പി കുഞ്ഞിരാമൻ നായർ, ഓപ്ഷൻ സി ചങ്ങമ്പുഴ, ഓപ്ഷൻ ഡി വള്ളത്തോൾ നാരായണ മേനോൻ. ശരിയായ ഉത്തരം ഈ വിശേഷണം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വന്നിട്ടുണ്ടാവുക ബന്ധുര കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്ന വരികളായിരിക്കും. പ്രസിദ്ധമായ ഈ വരികളുടെ കർത്താവാണ്. അതുകൊണ്ട് സ്വാഭാവികമായും കാഞ്ചനക്കൂടിന്റെ അഴികൾ കൊത്തിമുറിച്ച പഞ്ചവർണ്ണക്കിളി എന്ന ഒരു നിരൂപകൻ അല്ലെങ്കിൽ നിരൂപക ഒരു കവിയെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായും ആരെയായിരിക്കും? വള്ളത്തോൾ നാരായണ മേനോനെ ആയിരിക്കും എന്ന് കോമൺ സെൻസ് കൊണ്ട് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇനി ലീലാവതി ടീച്ചർ ഇങ്ങനെ വിശേഷിപ്പിച്ചത് ഏത് ഗ്രന്ഥത്തിലാണ്? കവിതാ സാഹിത്യ ചരിത്രത്തിലാണ് കേട്ടോ. ലീലാവതി ടീച്ചറുടെ മലയാള കവിതാ സാഹിത്യ ചരിത്രം എന്ന ഗ്രന്ഥത്തിലെ 188-ാമത്തെ പേജിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. വള്ളത്തോൾ കാഞ്ചനക്കൂടിന്റെ അഴികൾ കൊത്തിമുറിച്ച പഞ്ചവർണ്ണക്കിളി. അതിന്റെ വിശദാംശങ്ങളിലേക്കും വിശദീകരണങ്ങളിലേക്കും ഞാൻ കടക്കുന്നില്ല. അത് ക്ലാസിന്റെ സെഷനിലേക്ക് കടക്കുമ്പോൾ നമുക്ക് നിർവഹിക്കാവുന്നതാണ്. അതുപോലെ ഉള്ളൂരിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഢ്യൻ അല്ലെങ്കിൽ കേരള ശ്രീഹർഷൻ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ലീലാവതി ടീച്ചർ വിശേഷിപ്പിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? ഉഡ്ഡയനശീലമായ ഗാരുഡ ചേതന എന്നാണ് ഉള്ളൂരിനെ ലീലാവതി ടീച്ചർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇതും കവിതാ സാഹിത്യ ചരിത്രത്തിൽ തന്നെയാണ്. അതുപോലെ കുമാരനാശാനെ ദിവ്യഗോകുലം എന്ന് വിശേഷിപ്പിച്ചതും ആര് തന്നെയാണ്? ലീലാവതി ടീച്ചർ തന്നെയാണ്. പ്രസ്തുത ഗ്രന്ഥത്തിലെ 171-ാമത്തെ പേജിൽ നമുക്ക് ഈ വിശേഷണം കാണാൻ സാധിക്കും.
ദിവ്യഗോകുലം എന്ന കാവ്യം രചിച്ചത് കുമാരനാശാൻ തന്നെയാണ്. രവീന്ദ്രനാഥ ടാഗോറിനെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ദിവ്യഗോകുലം എന്ന കാവ്യം കുമാരനാശാൻ രചിച്ചത്. പ്രസ്തുത കാവ്യം വായിച്ച ശേഷം ലീലാവതി ടീച്ചറാണ് പറഞ്ഞത്, ഇതേ വിശേഷണം താങ്കൾക്കും അല്ലെങ്കിൽ കുമാരനാശാനും നല്ലതുപോലെ യോജിക്കും എന്ന്. അപ്പോൾ കുമാരനാശാൻ ദിവ്യഗോകുലം എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോറിനെയും ലീലാവതി ടീച്ചർ ദിവ്യഗോകുലം എന്ന് വിശേഷിപ്പിച്ചത് കുമാരനാശാനെയുമാണ്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മലയാള വ്യാകരണവുമായി ബന്ധപ്പെട്ടതായിരുന്നു അടുത്ത ചോദ്യം. കഞ്ചനേർ മിഴി ബഹുവ്രീഹിയുടെ ഏത് വകഭേദത്തിൽ പെടുന്നു ഈ പ്രയോഗം എന്നാണ് ചോദ്യം. ഉപമാഗർഭം, ഉപമാലുപ്തം, ഉപമാനലുപ്തം, മൂന്നിലും പെടില്ല. കഞ്ചനേർ മിഴി വാക്കിന്റെ അർത്ഥത്തിൽ നിന്ന് തുടങ്ങാം. കഞ്ചം എന്ന് പറഞ്ഞാൽ താമരയുടെ പര്യായമാണ്. കഞ്ചനേർ മിഴി, കഞ്ചം താമര, താമര ഇതളിന് സമാനമായിട്ടുള്ള കണ്ണോടുകൂടിയവൾ എന്നാണ് പ്രയോഗത്തിന്റെ അർത്ഥം. അതായത് ആരാണ്? സുന്ദരിയാണ്. സുന്ദരി എന്ന വാക്കിന്, അതായത് പൂർവപദത്തിനും ഉത്തരപദത്തിനും അല്ല പ്രാധാന്യം, അന്യപദാർത്ഥ പ്രധാനമാണ്. അതുകൊണ്ട് കഞ്ചനേർ മിഴി എന്നുള്ളത് ബഹുവ്രീഹി സമാസത്തിന് ഉദാഹരണമാണ് എന്ന് നമുക്ക് ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാം. പക്ഷേ ചോദ്യം ബഹുവ്രീഹിയുടെ ഉൾപ്പിരിവുകളിൽ ഏതിലാണ് കഞ്ചനേർ മിഴി ഉൾപ്പെട്ടിരിക്കുന്നത് എന്നാണ്. ശരിയായ ഉത്തരം ഉപമാഗർഭ ബഹുവ്രീഹി ആണ്. ഇങ്ങനെയുള്ള വകഭേദങ്ങൾ സാധാരണ പരീക്ഷകളിൽ ചോദിക്കാറുള്ളതല്ല. പരീക്ഷയുടെ ഇത്രയും നാൾ ഉണ്ടായിരുന്ന രീതിയിൽ നിന്നും കുറച്ചുകൂടി ഡീപ്പായിട്ട്, കുറച്ചുകൂടി ആഴത്തിലുള്ള ഒരു ചോദ്യമായിട്ട് ഇതിനെ പരിഗണിക്കാം. പക്ഷെ വരുന്ന പരീക്ഷകളിൽ ഇത്തരം ചോദ്യങ്ങൾക്കുള്ള സാധ്യത വളരെ കുറവാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ബഹുവ്രീഹിയിലേക്ക് കടക്കാം. എന്താണ് ബഹുവ്രീഹി സമാസം? വിശേഷണവും വിശേഷ്യവും ഉണ്ടെങ്കിലും വിശേഷ്യം ആരെയാണോ എന്തിനെയാണോ ഉദ്ദേശിക്കുന്നത് അതയാൾക്കാണ് അല്ലെങ്കിൽ അതിനായിരിക്കും ബഹുവ്രീഹിയിൽ പ്രാധാന്യം. അന്യപദാർത്ഥ പ്രധാനമാണ് ഈ സമാസം. കുറച്ച് ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. മധുരമൊഴി എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? മധുരമായി മൊഴിയുന്ന ആൾ, അയാളെയാണ് മധുരമൊഴി എന്ന് വിശേഷിപ്പിക്കുന്നത്. സുന്ദരിയുടെ പര്യായമായിട്ട് മധുരമൊഴി അല്ലെങ്കിൽ തേൻമൊഴി തുടങ്ങിയ വാക്കുകൾ പ്രയോഗിക്കാറുണ്ട്. പുരുഷന്മാരെ സൂചിപ്പിക്കാനായിട്ട് ഇത് ഉപയോഗിക്കാറില്ല. സുന്ദരി എന്ന അർത്ഥത്തിൽ തന്നെയാണ് മധുരമൊഴി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ മറ്റൊരു ഉദാഹരണം നോക്കൂ. പീതാംബരൻ എന്ന വാക്ക്, പീതമായ അമ്പരത്തോട് കൂടിയവൻ. പീതം മഞ്ഞയാണ്. മഞ്ഞ വസ്ത്രധാരിയായ ഭഗവത് സങ്കല്പമാണ് ആര്? ശ്രീകൃഷ്ണൻ. അതുകൊണ്ട് പീതം എന്ന വാക്കിനുമല്ല പ്രാധാന്യം, അമ്പരം എന്ന വാക്കിനുമല്ല. പിന്നെയോ പീതമായ അമ്പരം ധരിച്ചിരിക്കുന്നവൻ ആരോ അവൻ. അന്യപദാർത്ഥ പ്രധാനം ബഹുവ്രീഹി സമാസമാണ്. ശ്രീകൃഷ്ണന്റെ പര്യായമാണ്. ഇനി ബഹുവ്രീഹിയിൽ പൂർവോത്തര പദങ്ങൾ ഉപമാന ഉപമേയങ്ങളായി വരാറുണ്ട്. ഇത് 3 തരത്തിലാണ് സംഭവിക്കുന്നത്. ഒന്ന്, ഉപമാഗർഭം. ഇതിൽ പോലെ എന്നർത്ഥമുള്ള സാദൃശ്യം കാട്ടുന്ന ഒരു മധ്യമ പദം നടുവിൽ കാണാം. ഉദാഹരണത്തിന് ചന്ദ്രസമാനമുഖി. കണ്ടോ? കഞ്ചനേർ മിഴി എന്ന വാക്കിൽ നേർ എന്ന ശബ്ദം വന്നിട്ടുള്ളത് പോലെ ഇവിടെ ചന്ദ്രസമാനമുഖി എന്ന് വന്നിരിക്കുന്നു. സമാനം എന്ന വാക്ക് നടുവിൽ വന്നതുകൊണ്ട് ഇത് ഏത് സമാസമാണ്? ബഹുവ്രീഹിയുടെ തന്നെ ഉൾപ്പിരിവായ ഉപമാഗർഭമാണ്. അതുപോലെ ബാക്കിയുള്ളതും കൂടി നോക്കാം. ഉപമാലുപ്തം. ഇതിൽ ഈ മധ്യമ പദം ലോപിച്ചു പോയിട്ടുണ്ടാകും. നളിനലോചന എന്ന വാക്ക് പരിശോധിച്ചു നോക്കുക. ഇവിടെ നേർ, സമാനം, സദൃശം തുടങ്ങിയ വാക്കുകൾ ഒന്നുമില്ല. പൂർവപദവും ഉത്തരപദവും മാത്രമേ ഉള്ളൂ. ഇതെന്താണ്? ഉപമാലുപ്ത ബഹുവ്രീഹിയാണ്. അതുപോലെ ഉപമാനലുപ്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപമാനമാകേണ്ട പദം ലോപിച്ചു പോയ സമാസമാണ് ഇത്. അതായത് മാൻകണ്ണി എന്ന വാക്ക് പരിശോധിക്കുക. മാൻ പോലുള്ള കണ്ണുള്ളവൾ എന്നാണോ ഇത് വിഗ്രഹിക്കേണ്ടത്? തീർച്ചയായും അല്ല. പിന്നെയോ മാനിന്റെ കണ്ണ് പോലുള്ള കണ്ണുള്ളവൾ എന്നാണ് വിഗ്രഹിക്കേണ്ടത്. മാനിന്റെ ആകൃതിയിലുള്ള കണ്ണല്ല, മാനിന്റെ കണ്ണിന്റെ ആകൃതിയിലുള്ള കണ്ണുള്ളവളാണ്. അപ്പൊ കണ്ണ് എന്ന പദം ഇവിടെ ലോപിച്ച് പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഏതിനുദാഹരണമാണ്? ഉപമാനലുപ്തം. ഉപമാനമായ പദം ലോപിച്ചു പോകുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഇതിനെ ഉപമാനലുപ്ത ബഹുവ്രീഹി എന്ന് വിളിക്കുന്നത്. കിട്ടിയല്ലോ.
അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പെഡഗോഗിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. ഒരു അധ്യാപകൻ 5-10 കുട്ടികൾ മാത്രമുള്ള ഒരു സംഘത്തെ 5-10 മിനിറ്റ് മാത്രം നീണ്ട കാലയളവിൽ ചെറിയ ഒരു പാഠഭാഗം പഠിപ്പിക്കുന്ന രീതിയിലുള്ള ബോധന മാതൃകയെ എന്താണ് വിളിക്കുന്നത്? വ്യക്തിയധിഷ്ഠിത ബോധനം, സംഘബോധനം, സൂക്ഷ്മ നിലവാര ബോധനം, ക്രമീകൃത ബോധനം. എല്ലാവർക്കും അറിയാവുന്നതാണ്. B.Ed ഒക്കെ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ D.Edോ അല്ലെങ്കിൽ ബാക്കിയുള്ള കോഴ്സുകളോ ഇത്തരത്തിലുള്ള ടീച്ചിങ് കോഴ്സുകളോ ഒക്കെ പഠിക്കുന്ന സമയത്ത്, D.Ed അല്ലെ തുടങ്ങിയ ടീച്ചിങ് കോഴ്സുകളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യാറുള്ള ഒന്നാണ് അധ്യാപകന്റെ നൈപുണി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, അതിന്റെ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി ചെയ്യുന്ന ഈ ബോധന പരിപാടിയെയാണ് എന്ത് വിളിക്കുന്നത്? സൂക്ഷ്മ നിലവാര ബോധനം അഥവാ മൈക്രോ ടീച്ചിങ് എന്ന് വിളിക്കുന്നു. എന്താണ് മൈക്രോ ടീച്ചിങ്? സൂക്ഷ്മ നിലവാര ബോധനം അഥവാ മൈക്രോ ടീച്ചിങ് എന്ന പരിശീലനം ആദ്യം നടപ്പിലാക്കിയത് 1961 USA സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയാണ്. ഡ്വൈറ്റ് W. അലനും അദ്ദേഹത്തിന്റെ അനുയായികളുമായിരുന്നു ഇതിന്റെ ഉപജ്ഞാതാക്കൾ. അധ്യാപക വിദ്യാർത്ഥികൾക്കുള്ള പരിശീലന പരിപാടിയാണിത്. സങ്കീർണ സ്വഭാവമുള്ള നിരവധി നൈപുണികൾ ഉൾപ്പെട്ട അധ്യാപനം എന്ന പ്രവർത്തനത്തിന്റെ പഠനത്തിന് ഇത് സഹായകമാകുന്നു. നൈപുണികളുടെ വികാസത്തിനും ഭാഷാ അധ്യാപനത്തിനും ഈ സമീപനം സ്വീകരിക്കാവുന്നതാണ്. അധ്യാപന പ്രക്രിയയുടെ സങ്കീർണ സ്വഭാവം ലളിതമാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. അധ്യാപകൻ 5-10 കുട്ടികൾ മാത്രമുള്ള ഒരു സംഘത്തെ 5-10 മിനിറ്റ് മാത്രം നീണ്ട കാലയളവിൽ ഒരു ചെറിയ പാഠഭാഗം പഠിപ്പിക്കുന്ന രീതിയിലുള്ള ബോധന മാതൃകയെയാണ് സൂക്ഷ്മ നിലവാര ബോധനം അഥവാ മൈക്രോ ടീച്ചിങ് എന്ന് വിളിക്കുന്നത്. എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനം? ഇതുവഴി അധ്യാപകന് പുതിയ നൈപുണികൾ ആർജിക്കുവാനും പഴയവ സംസ്കരിക്കുവാനും സഹായകരമായ സാഹചര്യം ലഭിക്കുന്നു. അധ്യാപക വിദ്യാർത്ഥികൾക്ക് ഒരു പാഠം എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ പരിശീലനത്തെ സംബന്ധിക്കുന്ന ഫീഡ്ബാക്ക് ലഭിക്കുന്നതിനുള്ള അവസരവും ഈ ഒരു ബോധന പ്രക്രിയയിലൂടെ ലഭിക്കുന്നു എന്നുള്ളതും ഈ മൈക്രോ ടീച്ചിങ്ങിന്റെ ഒരു പോസിറ്റീവ് സൈഡാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 97ാമത്തെ ചോദ്യം സാഹിത്യവുമായി ബന്ധപ്പെട്ടതാണ്. 2024 ഏപ്രിൽ മാസത്തിൽ പ്രസിദ്ധീകരണത്തിന്റെ 50ാം വർഷത്തിലെത്തിയ മലയാള നോവൽ ഏതാണ്? ഓപ്ഷൻ എ ധർമ്മപുരാണം, ഓപ്ഷൻ ബി മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, ഓപ്ഷൻ സി വേരുകൾ, ഓപ്ഷൻ ഡി അയൽക്കാർ. ഇതിൽ ഏത് ഗ്രന്ഥമാണ് 2024 50ാം വർഷം ആഘോഷിച്ചത് എന്നാണ് ചോദ്യം. ഇത് വളരെ കൺഫ്യൂസിങ് ആക്കുന്ന ഒരു ചോദ്യമായിരുന്നു. കാരണം നമ്മൾ നോവലിനെ കുറിച്ച്, നോവൽ രചയിതാക്കളെ കുറിച്ച്, അതിന്റെ പ്രമേയത്തെ കുറിച്ച്, കഥാപാത്രങ്ങളെ കുറിച്ച് ഒക്കെ ചർച്ച ചെയ്യുന്നതാണ്. പക്ഷേ വർഷക്കണക്ക്, പ്രസിദ്ധീകരിച്ച വർഷം, ഒരുപാട് നോവലുകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ പ്രസിദ്ധീകരിച്ച വർഷങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളത് നമ്മൾ വേണ്ട രീതിയിൽ വിലയിരുത്താതെ പോയൊരു കാര്യമായിരുന്നു. ഇനി വരുന്ന ക്ലാസ്സുകളിൽ അതും കൂടി നമ്മൾ ഉൾപ്പെടുത്താവുന്നതിന്റെ പരമാവധി കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഏതായാലും 2024 ഏപ്രിലിൽ 50ാം വാർഷികം ആഘോഷിച്ച നോവൽ ഏതായിരുന്നു? M. മുകുന്ദന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലായിരുന്നു. ഉത്തര കേരളത്തിലെ ഫ്രഞ്ച് അധീന പ്രദേശമായിരുന്ന മയ്യഴി പശ്ചാത്തലമാക്കി ആ നാട്ടുകാരനായ M. മുകുന്ദൻ എഴുതിയ മലയാള നോവലാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. 1974 ഈ കൃതി പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അധിനിവേശം രൂപപ്പെടുത്തിയ മയ്യഴിയുടെ രാഷ്ട്രീയ സാമൂഹിക ചരിത്രങ്ങളും മനോഭാവങ്ങളും ചിത്രീകരിക്കുന്ന ഈ കൃതിയിൽ ഇന്ത്യൻ യൂണിയനിൽ ചേരുക വഴിയുള്ള മയ്യഴിയുടെ വിമോചനത്തെ പിന്തുണച്ചും ഫ്രഞ്ച് ഭരണത്തിന്റെ തുടർച്ചയ്ക്ക് അനുകൂലമായുള്ള നിലപാടുകൾ സമാന്തരമായി പ്രത്യക്ഷപ്പെടുന്നത് കാണാം. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള നോവലുകൾ ഏത് കാലയളവിലാണ് പ്രസിദ്ധീകരിച്ചത്? പരിശോധിക്കാം. ധർമ്മപുരാണം OV വിജയൻ രചിച്ച രാഷ്ട്രീയ ആക്ഷേപഹാസ്യ നോവലാണ് ധർമ്മപുരാണം. ധർമ്മപുരിയിലെ ഭരണാധികാരിയായ പ്രജാധിപതിയെയും അയാളുടെ അശ്ലീലം നിറഞ്ഞ അധികാര പ്രയോഗത്തിന് കൂട്ടുനിൽക്കുന്ന ആശ്രിതരെയും നിസ്സഹായരായ പ്രജകളെയും ചിത്രീകരിക്കുന്ന ഈ നോവലിലെ കേന്ദ്ര കഥാപാത്രത്തിന്റെ പേര് സിദ്ധാർത്ഥൻ എന്നാണ്. ഞെട്ടിക്കുന്ന വിസർജ്യ സംഭോഗ ബിംബങ്ങൾ ചേർന്ന
ആഖ്യാന ശൈലിയാണ് ഈ രചനയിൽ വിജയൻ സ്വീകരിച്ചിരിക്കുന്നത്. 1977 മുതൽ മലയാള നാട് വാരികയിൽ ഖണ്ഡശ വെളിച്ചം കണ്ട ഈ കൃതി പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചത് വർഷങ്ങൾക്ക് ശേഷം ഒട്ടേറെ മാറ്റങ്ങളോടെ 1985 ഓപ്ഷനിൽ മറ്റൊന്നുണ്ടായിരുന്നത് മലയാറ്റൂരിന്റെ വേരുകളാണ്. 1966 പ്രസിദ്ധീകൃതമായ മലയാറ്റൂർ രാമകൃഷ്ണന്റെ ആത്മകഥാസ്പർശമുള്ള നോവലാണ് വേരുകൾ. മലയാറ്റൂരിന്റെ ഏറ്റവും മികച്ച കൃതികളിൽ ഒന്നായി വേരുകൾ പരക്കെ വിലയിരുത്തപ്പെടുന്നു. 1967 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി കൂടിയാണിത്. ദൈന്യത മുറ്റി നിന്ന ജീവിത സാഹചര്യത്തിൽ നിന്നും വളർന്ന് IAS നേടി സൗഭാഗ്യങ്ങളിൽ എത്തിച്ചേർന്ന രഘു സമ്പന്നന്റെ മകളായ ഗീതയെ വിവാഹം കഴിച്ചതോടെ തന്റെ കീഴടങ്ങലിന് തുടക്കം കുറിച്ചു എന്ന സത്യം വേദനയോടെ മനസ്സിലാക്കുന്നു. അല്ലെ, ഒരു സിനിമയുണ്ട് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള, ആ സിനിമയുടെ പേര് പക്ഷേ എന്നാണ്. പക്ഷേ എന്ന സിനിമയുടെ ആദ്യ പകുതി ഒരു പക്ഷേ ഇതിന്റെ ആദ്യ പകുതിയുമായി സമാനത ഉള്ളതാണ്. രണ്ടാം പകുതിയിൽ പക്ഷേ വ്യത്യാസമുണ്ട്. രണ്ടാം പകുതിയിൽ നോവലിലേക്ക് കടക്കുമ്പോൾ നഗരത്തിലെ അന്തസ്സ് നിറഞ്ഞ ജീവിതത്തെ പിന്തള്ളി ഗീതയുടെ താല്പര്യങ്ങളെ എതിർത്ത് പിതാവിൻ്റെയും പിതാമഹന്മാരുടെയും ഓർമ്മകൾ പേറി നിൽക്കുന്ന ഗ്രാമത്തിലേക്ക്, അതിൻ്റെ വിശുദ്ധിയിലേക്ക് ഏകനായി മടങ്ങാൻ രഘു തീരുമാനിക്കുന്നിടത്താണ് വേരുകൾ എന്ന നോവൽ അവസാനിക്കുന്നത്. അടുത്തത് ഓപ്ഷനിൽ ഉണ്ടായിരുന്ന അടുത്ത നോവൽ അയൽക്കാർ ആണ്. P. കേശവദേവാണ് അയൽക്കാർ എന്ന നോവൽ രചിച്ചത്. നോവൽ വിഭാഗത്തിനുള്ള 1964 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ നോവൽ കൂടിയാണ് P. കേശവദേവിന്റെ അയൽക്കാർ. കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ഒരു കാലഘട്ടത്തിലുണ്ടായ പരിവർത്തനങ്ങളുടെ ചിത്രം കരുത്തോടെ ആവിഷ്കരിക്കുകയാണ് ഈ നോവലിൽ P. കേശവദേവ് ചെയ്തിട്ടുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളിൽ ശരിയായവ ഏതെല്ലാം? ഇത് മലയാള വ്യാകരണവുമായി ബന്ധപ്പെട്ടതാണ്. അടിമത്വം, യാദൃച്ഛികം, വിമ്മിട്ടം, പ്രവൃത്തി, ഇതിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ് എന്നതാണ് ചോദ്യം. അടിമത്വം തെറ്റാണ്, അടിമത്തമാണ് ശരി. യാദൃച്ഛികം ശരിയായ പദമാണ്, വിമ്മിട്ടം ശരിയായ പദമാണ്, പ്രവൃത്തി തെറ്റാണ്. അപ്പൊ 2ഉം 3ഉം മാത്രമാണ് ശരിയായത്. അതുകൊണ്ട് ശരിയായ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഈ പറയുന്ന വാക്കുകളുടെ ശരിയായ രൂപം നമുക്കൊന്ന് പരിചയപ്പെടാം. അടിമത്വം എന്നുള്ളത് തെറ്റാണ്, അടിമത്തം ആണ് ശരിയായ പദം. യാദൃച്ഛികം എന്ന് എഴുതുമ്പോൾ ഷായും ചായും അല്ല ചേരേണ്ടത്, പലയിടത്തും അങ്ങനെ എഴുതി കാണുന്നു. യാദൃച്ഛികം ആണ് ശരിയായ പ്രയോഗം. അതുപോലെ വിമ്മിഷ്ടം എന്ന് പറയാറുണ്ട്, പ്രയോഗം തെറ്റ്. വിമ്മിട്ടം ആണ് ശരിയായ പ്രയോഗം. അതുപോലെ പ്രവൃത്തി എന്നുള്ളത് തെറ്റാണ്, പ്രവൃത്തി എന്നുള്ളതാണ് ശരി. അതേസമയം ഇതിനെ ക്രിയാരൂപത്തിലേക്ക് മാറ്റുമ്പോൾ പ്രവർത്തിക്കുക എന്ന് തന്നെയാണ് എഴുതേണ്ടത്. പ്രവർത്തിക്കുക എന്നുള്ള പ്രയോഗം തെറ്റാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 99ാമത്തെ ചോദ്യം. വാസനാവികൃതി എന്ന ചെറുകഥ ആദ്യമായി പ്രസിദ്ധപ്പെടുത്തിയത് ഏത് മാസികയിലാണ്? വിദ്യാവിനോദിനി, വിദ്യാവിലാസിനി, ഭാഷാഭൂഷണി, ആത്മഭൂഷണി. ഏതാണ് ശരിയായ ഉത്തരം? മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയായ വാസനാവികൃതി എഴുതിയത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരാണ്. ഇത് ആദ്യമായി പ്രസിദ്ധപ്പെടുത്തിയത് വിദ്യാവിനോദിനി മാസികയിലാണ്. ഈ ചോദ്യം വന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലായോ? +1 പാഠപുസ്തകത്തിൽ എന്ത് പഠിക്കാനുണ്ട്? വാസനാവികൃതി എന്ന ചെറുകഥ പഠിക്കാനുണ്ട്. അതിനെ ആധാരമാക്കിക്കൊണ്ടാണ് ഈ ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പുതിയ സിലബസ് പ്രകാരമുള്ള അല്ലെങ്കിൽ പുതിയ ട്രെൻഡ് പരിഗണിച്ചുകൊണ്ട് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടില്ലാത്ത പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള മലയാള വ്യാകരണത്തെയും സാഹിത്യത്തെയും കൂടി നമ്മുടെ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ രചിച്ച വാസനാവികൃതി. 1891 വിദ്യാവിനോദിനി മാസികയിലാണ് ഈ കൃതി പ്രസിദ്ധീകരിച്ചത്. പാത്ര സ്വഭാവവും കർമ്മഫലത്തിന്റെ അനിവാര്യതയെ ആലോചനാമൃതമാക്കി നർമ്മബോധത്തോടെ ചിത്രീകരിക്കുന്നതുമായ സരസ കഥയാണിത്. പാരമ്പര്യവശാൽ കള്ളനായ ഇക്കണ്ടക്കുറുപ്പാണ് ഈ കഥയിലെ നായകൻ. കഥ ആരംഭിക്കുന്നത് രാജ്യശിക്ഷ അനുഭവിച്ചിട്ടുള്ളതിൽ എന്നെ പോലെ ഭാഗ്യഹീനന്മാരായി മറ്റാരും ഉണ്ടായിട്ടില്ല എന്ന ഒരു തരം ആത്മഗതത്തോടെയാണ് കഥ ആരംഭിക്കുന്നത്.
മോഷണക്കുറ്റം ആരോപിച്ച് 6 മാസം തടവും 12 അടിയും ശിക്ഷ ഏറ്റുവാങ്ങി കസ്റ്റഡിയിൽ നിന്ന് പുറത്തു വരുന്ന ഇക്കണ്ടക്കുറുപ്പ് മോഷണവൃത്തി ഉപേക്ഷിച്ച് ഒരു നല്ല ജീവിതം തുടങ്ങുവാനുള്ള തീരുമാനം എടുക്കുന്നതോടെ നർമ്മരസത്തിൽ ചാലിച്ച ഈ കഥ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യം ഇതായിരുന്നു: പെൺമണി വദനം കണ്ടാൽ വെൺമതി രണ്ടെന്ന് മേവിയിടുന്ന മനം, ഉണ്മ നിനച്ചതിലെല്ലാം വെണ്മ തിരണ്ടെന്ന് മേവിയിടും നമനം. അലങ്കാരമേത് എന്നാണ് ചോദ്യം. ആദിപ്രാസമാണോ, അന്ത്യപ്രാസമാണോ, യമകമാണോ, ലാടാനുപ്രാസമാണോ? ഏതാണ് ശരിയായ ഉത്തരം? വളരെ എളുപ്പത്തിൽ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇത് യമകത്തിന് ഉദാഹരണമാണ്. എന്താണ് യമകം? ഒരു കവിതയിലോ ശ്ലോകത്തിലോ ഏതെങ്കിലും വാക്കുകൾ വീണ്ടും ആവർത്തിച്ചുപയോഗിക്കുന്ന ശബ്ദാലങ്കാരമാണ് യമകം. വാക്കുകൾ ഓരോ സന്ദർഭത്തിലും വ്യത്യസ്ത അർത്ഥത്തിലായിരിക്കും പ്രയോഗിക്കപ്പെടുന്നത്. നമ്മുടെ ഉദാഹരണം നോക്കുകയാണെങ്കിൽ മേവിടുന്ന മനം എന്നിവിടെ കൊടുത്തിരിക്കുന്നു, ഇവിടെയോ മേവീടും നമനം എന്ന് കൊടുത്തിരിക്കുന്നു. കണ്ടോ, ഇവിടെ നമനം എന്ന വാക്ക് രണ്ടർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന് മേവീടുന്ന മനം, അതായത് അങ്ങനെ ചിന്തിക്കുന്ന മനസ്സ് എന്നുള്ള അർത്ഥത്തിൽ. ഇവിടെ മേവീടും നമനം. നമനം എന്ന് പറഞ്ഞാൽ എന്താണ്? വളയൽ, കുമ്പിടൽ, തൊഴൽ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് നമനം എന്ന വാക്ക് ഉപയോഗിക്കുക. അങ്ങനെ ഈ നേരത്തെ പറഞ്ഞതുപോലെ വാക്കുകൾ ഓരോ സന്ദർഭത്തിലും വ്യത്യസ്ത അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ഇത് യമകാലങ്കാരത്തിന് ഉദാഹരണമാണ്. യമകത്തിന്റെ ലക്ഷണം എന്താണ്? അക്ഷരക്കൂട്ടം ഒന്നായിട്ട് അർത്ഥം ഭേദിച്ചിടും പടി, ആവർത്തിച്ച് കഥിച്ചിടിൽ യമകം പലമാതിരി എന്നാണ് ഭാഷാഭൂഷണത്തിൽ AR രാജരാജവർമ്മ യമകാലങ്കാരത്തിന് ലക്ഷണം കൊടുത്തിട്ടുള്ളത്. അതിൽ കൊടുത്തിട്ടുള്ള ഉദാഹരണം ഇതാണ്: മാലതി മലർ ചേർന്നൊരു മാല തീജ്വാല എന്ന പോൽ, മാലതി ഇവനേകുന്നു മാലതി തുല്യ എങ്ങ് നീ എന്നാണ്. ഒന്നാമത്തെ വരിയിൽ മാലതി മലർ, അതായത് മാലതി പുഷ്പം. മാലതി എന്ന് പറഞ്ഞാൽ പിച്ചകപ്പൂവാണ്. പിച്ചകപ്പൂ എന്ന അർത്ഥത്തിലാണ് ഒന്നാമത്തെ വരിയിൽ മാലതി മലർ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ വരിയിലോ മാല തീജ്വാല, അതായത് മാല തീജ്വാല പോലെ അനുഭവപ്പെടുന്നു എന്നുള്ള അർത്ഥത്തിൽ. മൂന്നാമത്തെ വരിയിലേക്ക് കടക്കുമ്പോഴോ മാലതി ഇവനേകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? മാൽ എന്ന വാക്കിന് ദുഃഖം എന്നർത്ഥമുണ്ട്. മാലതി, മാല അത്, ഈ ഇവനേകുന്നു, ഈ എനിക്ക് മാല് ദുഃഖമേകുന്നു, നീയുമായിട്ടുള്ള വേർപാട് എന്നിൽ ദുഃഖമുളവാക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് മാലതി ഇവനേകുന്നു എന്ന വരി ഉപയോഗിച്ചിട്ടുള്ളത്. വീണ്ടും നാലാമത്തെ വരിയിലേക്ക് കടക്കുമ്പോഴോ മാലതി തുല്യ എങ്ങ് നീ, പിച്ചകപ്പൂവിന് സമാനമായ ഒന്നാമത്തെ വരിയിൽ കൊടുത്തിട്ടുള്ള അതേ അർത്ഥത്തിലാണ് നാലാമത്തെ വരിയിലും കൊടുത്തിട്ടുള്ളത്. മാലതി തുല്യ എങ്ങ് നീ, പിച്ചകപ്പൂവിന് തുല്യമായിട്ടുള്ള നീ എവിടെയാണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് വരി അവസാനിക്കുന്നത്. ഇതാണ് ഭാഷാഭൂഷണത്തിൽ കൊടുത്തിട്ടുള്ള യമകത്തിനുള്ള ഉദാഹരണം. ഇനി അടുത്ത ഓപ്ഷൻ ഉണ്ടായിരുന്നത് ആദിപ്രാസമാണ്. എന്താണ് ആദിപ്രാസം? അടുത്തടുത്തുള്ള പദങ്ങളെ ഒരേ വർണ്ണം കൊണ്ട് ആരംഭിക്കുന്നത് ആദിപ്രാസം. ഇതിൽ പല പദങ്ങളും ചകാരത്തിലും നകാരത്തിലുമായിരിക്കും ആരംഭിക്കുക. നോക്കിക്കേ, ചെന്താർ കാന്തികൾ ചിന്തുമന്തി സമയച്ചന്തം ചമഞ്ഞും ഭവാൻ നീന്തിച്ചെന്നഥ നൃത്തമാടിയന്മാരും ദേവന്റെ തൃക്കൈകളിൽ. കണ്ടോ, ഇവിടെ ചായും അതുപോലെ തന്നെ നായും ആവർത്തിച്ചിരിക്കുന്നത് കൊണ്ട് ഇത് ആദിപ്രാസത്തിന് ഉദാഹരണമാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് അന്ത്യപ്രാസം? കവിതയിൽ ഓരോ പാദത്തിന്റെയും അവസാനം അഥവാ ഓരോ പദത്തിന്റെയും അന്ത്യത്തിൽ ഒരേ വർണ്ണം ആവർത്തിക്കുന്ന പ്രാസരീതി അന്ത്യപ്രാസം. നോക്കിക്കേ, അകൃത്രിമ ദ്യുതി രവരനധ്യേയം, അടുത്തു ചെന്നിനി അനുപശ്യേയം, ആകൃതി കൊണ്ടാൽ അതിരംഭേയം, ആരാൽ ഇവൾ തൻ അധരം പേയം എന്നാണ് അന്ത്യപ്രാസത്തിന് ഉദാഹരണമായിട്ട് ഭാഷാഭൂഷണത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ലാടാനുപ്രാസം നോക്കിക്കേ, ഒരു വരി 2 തവണ ഒരേപോലെ ആവർത്തിക്കുകയും അതിന്റെ അർത്ഥം അല്ലെങ്കിൽ താല്പര്യം 2 അർത്ഥത്തിലായിരിക്കുകയും ചെയ്യുന്നതാണ് ലാടാനുപ്രാസം. ഉദാഹരണം നോക്കാം. രാവിൻ ഇരുൾ നീക്കി വെളിച്ചമേകും ധാവള്യമല്ലേ മതിയോമലാളെ. മതി ഓമലാളെ, മതി എന്ന വാക്ക് ഇവിടെ ചന്ദ്രൻ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ചന്ദ്രൻ എന്ത് നീക്കുന്നു? രാവിന്റെ ഇരുൾ നീക്കുകയും വെളിച്ചം പരത്തുകയും ചെയ്യുന്നു. ഇനി അടുത്ത വരി നോക്കിക്കേ, ശോകത്തിലും രാജിത ഭാവമേകും ധാവള്യമല്ലേ മതി ഓമലാളെ.
അത്രയും മതി എന്നുള്ള അർത്ഥത്തിലാണ് രണ്ടാമത്തെ മതിയോമലാളെ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു വരി 2 തവണ ഒരേപോലെ ആവർത്തിക്കുകയും അതിന്റെ അർത്ഥം അല്ലെങ്കിൽ താല്പര്യം വ്യത്യസ്തമായിരിക്കുകയും ചെയ്താൽ അതിനെ എന്ത് വിളിക്കാം? ലാടാനുപ്രാസം എന്ന് വിളിക്കാം. അപ്പോ ഇത്രയും ചോദ്യങ്ങളായിരുന്നു ഒടുവിൽ കഴിഞ്ഞ UP പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു പാറ്റേണിലായിരിക്കും നമ്മുടെ പരീക്ഷയ്ക്ക് ഇനി വരുന്ന പരീക്ഷയിൽ ചോദ്യങ്ങൾ ഉണ്ടാവുക എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പരീക്ഷയ്ക്ക് നിങ്ങളെ സജ്ജരാക്കുക എന്ന പ്രവർത്തനത്തോടു കൂടിയായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുക. അപ്പൊ ഇന്നത്തെ സെഷൻ അവസാനിക്കുകയാണ്. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.